ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈദ് ഡേയിൽ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോലെ തന്നെ നല്ല ബിസി ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചും ഒറ്റക്കൊക്കെ കൂടിയതിന് ശേഷം നല്ല തിരക്കാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും കാര്യങ്ങളും വിശേഷങ്ങളും ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പ്രത്യേകിച്ചും ഉച്ച വരെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. രാവിലെ എണീച്ചപ്പം 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഷോപ്പിങ്ങും പിന്നെ വീട്ടിൽ വന്ന് മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാനായിട്ട് ഒരുപാട് വൈകി. രാവിലെ എണീച്ചപ്പോൾ 5:00 ഒക്കെ ആയിട്ടോ. അപ്പോൾ ഇതാ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ റെഡിയാക്കി. പിന്നെ അതാ കൊച്ചുകാക്കും മൂന്നും പള്ളിയിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അതാ അവിടെ ഡൈനിങ് ടേബിളിന്മേൽ ഇങ്ങനെ ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മോനൊക്കെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഞാൻ അവനെ മാറ്റിക്കാൻ നോക്കുകയാണേ. അപ്പോൾ ഉറക്കത്തിൽ നിന്നെടുത്ത് നേരെ ആ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചതാ നേരെ ഞാൻ മേശമ്മ കൊണ്ട് ചിരുത്തിയാണ് കേട്ടോ. അപ്പോൾ ഓന് ആകെ കിളി പോയിട്ട് അവസ്ഥയിലാട്ടോ നിൽക്കുന്നു. അവൻ്റെ മുഖത്ത് തന്നെ കണ്ടാൽ അറിയാം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തെങ്ങാനും ഞാനിതാ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കാട്ടോ അവനെ. അപ്പോൾ ഇനി പള്ളിയിലൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പായസം ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആദു ബേബി എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലടാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റും പാലട പ്രഥമനാണ്. അപ്പോൾ എന്തായാലും ഇതാ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും പള്ളിയിൽ പോയൊരു ഇതാ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാപ്പിയും വന്നതതിന്. അപ്പോൾ ആ കൊച്ചുകാക്കി മോനൊക്കെ എത്തി. അപ്പോൾ വാപ്പിൻ്റെ കൂടെ അതാ എസ്താൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഓല കൂടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നെ ഒരു ഉച്ച വരെ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറേ ഫാമിലി റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓലൊന്നും വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് 12 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മട്ടൻ മധുഹൂത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെഫ് കൊച്ചുവാക്കാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മധുഹൂത്തായത് കൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഉണ്ടാക്കി അന്നപ്പോൾ തന്നെ അത് സെർവ് ചെയ്ത് കഴിക്കുന്ന കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഗസ്റ്റൊക്കെ പോയി ആക്കത്തിൽ ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മധുഹൂത് 10 മിനിറ്റ് കൊണ്ട് സംഭവം അടിപൊളിയായിട്ട് ഒരു കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫുഡ് ഉണ്ടാക്കലും പിന്നെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ ഞാൻ ഡ്രസ്സ് ഇടാൻ വേണ്ടി മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ ഈ ഒരു ഡ്രസ്സാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറേ നേരം കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്കൊരു സുഖം തോന്നായിട്ട് പിന്നെ ഞാനത് ഒഴിവാക്കി വേറെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. Coco. അതും അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ ഈ ഒരു ഡ്രസ്സാട്ടോ ഇട്ടത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മളിതാ കൊച്ചുകാകൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർ വന്ന് ഫുഡ് കഴിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ.
ഇതാ ഓലൊക്കെ വന്നതാ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ കൂട്ടത്തിൽ നമ്മളും ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കൊച്ചു കാക്കൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് കാക്കൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉള്ളതിന് കേട്ടോ. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ അവിടെ എത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചെറിയ തോതിൽ ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കാക്കൻ്റെ അമ്മോൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ അമ്മയും നാത്തൂനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നേ ആദുവിൻ്റെ കൈക്ക് ഒരു ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമൻറ്റിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൻ എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ അതിനൊന്നും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോമ്പുറക്കാൻ നേരത്തെ പപ്പയും മോനും കൂടെ ജ്യൂസ് അടിച്ചതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സിൻ്റെ ഉള്ളിൽ കൈ തൊട്ട് അപ്പോൾ ചെറുങ്ങനൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈൻ്റെ വലത്തെ കൈൻ്റെ 4 വിരലിനാട്ടോ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ അതൊക്കെ സുഖമായി, എല്ലാം ഉണങ്ങി, ഇപ്പോൾ അവൻ ഓക്കെയാണ്. പിന്നെ നമ്മൾ പോകുന്ന കൊച്ചുകാകൻ്റെ വേറൊരു അമ്മോൻ്റെ വീട്ടിലേക്കാണ്. അതും നമ്മളെ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉമ്മനെയും നാത്തൂനൊക്കെ അവിടെ ഇറക്കിയതിന് ശേഷം നമ്മൾ കാർ അവിടെ വെച്ച് അവിടെ നിന്ന് ബൈക്ക് എടുത്തെങ്ങാൻ ഇനി നമ്മൾ പോകുന്നത് കൊച്ചുകാകൻ്റെ വണ്ടീൻ്റെ അടുത്തേക്കാണ് കേട്ടോ. വണ്ടി ഇവിടെ ടൗണിൽ വർക്ക്ഷോപ്പിലാട്ടോ ഉള്ളത്. അപ്പോൾ അതൊന്നും എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ടാട്ടോ വന്നത് വണ്ടീൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും ആദു ബേബി നല്ല ഉറക്കാട്ടോ. ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ ബൈക്കിൽ കയറിയാൽ വേഗം ഉറങ്ങും. അപ്പോൾ ഓനെ കൊച്ചുക വണ്ടിയിലേക്ക് ഇരുത്താട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ വയ്യത്താല പോലാണ്. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്ത് വേറെ എവിടെയോ കൊണ്ട് വെക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദുവിനെ വണ്ടി കയറ്റി ഞാനിനി ബൈക്ക് എടുത്ത് ബാക്കിൽ പോകണം കേട്ടോ. പക്ഷെ അതിനൊന്നുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊരു ബ്രോസ്റ്റ് കടയിൽ നിർത്തി അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിയതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി. വീട്ടിലെത്തിയപ്പോൾ ആദുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് ഫാമിലി പിക്സും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി ഈദ് വ്ളോഗ് അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ, സീ യു.